നമസ്കാരം, ഇത് IBN മലയാളം. വയനാട് ദുരിതാശ്വാസ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ഹൈക്കോടതി. രേഖകളുണ്ടോ, കണക്കുണ്ടോ, ഓഡിറ്റിംഗ് ഉണ്ടോ മുതലായ രൂക്ഷമായ ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ഉന്നയിച്ചത്. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം നൽകിയില്ലെന്ന് പറഞ്ഞ് നിരന്തരം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി കടന്നാക്രമിച്ചു. കൃത്യമായ കണക്കൊന്നുമില്ലാതെ എങ്ങനെയാണ് കേന്ദ്രത്തെ സമീപിക്കുന്നതെന്ന് ആരാഞ്ഞ കോടതി ദുരന്ത നിവാരണ ഫണ്ടിൽ കൃത്യമായ ഓഡിറ്റിംഗ് ഒന്നുമില്ലേയെന്നും ചോദിച്ചു. ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്ന് പിണറായി സർക്കാരിനോട് ചോദിച്ച ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് എന്നിവർ ഓഡിറ്റിങ്ങിൻ്റെ രേഖകൾ ഹാജരാക്കാനും ഉത്തരവിട്ടു. ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രം കൃത്യമായ പണം നൽകുന്നുണ്ടെന്നും എന്നാൽ കേരളം കൃത്യമായ കണക്ക് നൽകിയിട്ടില്ലെന്നും കേന്ദ്രം ആവർത്തിച്ചത് പൂർണ്ണമായും ശരിവെക്കുന്നതാണ് കോടതി നടപടി. ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. കേന്ദ്രത്തോട് സഹായം ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് വേണം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കിൽ വ്യക്തതയില്ല. കണക്ക് കൃത്യമായി ഓഡിറ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിൽ ഓഡിറ്റിംഗ് നടന്നതെന്ന് ഫണ്ടിൽ എത്ര തുകയുണ്ട്? അത് എന്തിനൊക്കെ ഉപയോഗിച്ചു? ശേഷിക്കുന്നത് 677 കോടി രൂപയാണോ? ആണെങ്കിൽ അതിൽ നിന്ന് എത്ര രൂപ വയനാട്ടിൽ ഉപയോഗിക്കാനാകും? തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന് വ്യക്തതയൊന്നുമില്ല. 677 കോടി കൈവശമുണ്ടോ എന്ന് പോലും സംസ്ഥാനത്തിന് ഉറപ്പില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പണം പാസ്ബുക്കിൽ കാണും, അക്കൗണ്ടിൽ കാണില്ലെന്നും കോടതി പരിഹസിച്ചു. ഇത്രയും സുപ്രധാന കേസിൽ സംസ്ഥാനം ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ഇത് തങ്ങൾ ചോദിക്കാതെ തന്നെ സർക്കാർ നൽകേണ്ടതായിരുന്നു. കണക്കുകളില്ലാതെ വാർത്തകൾ വെച്ചാണോ നിങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതെന്നും കോടതി സർക്കാരിനോട് പരിഹാസത്തോടെ ചോദിച്ചു. ഇത് രാഷ്ട്രീയപരമായിരിക്കാമെന്നും കോടതി പറഞ്ഞു. ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര തുകയുണ്ടെന്നറിയാതെ കൂടുതൽ തുക നൽകാൻ കേന്ദ്രത്തോട് പറയാനാകില്ല. കോടതി പറഞ്ഞു, കേന്ദ്രത്തോട് പണം ചോദിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ ശരിയാണെന്ന് കേന്ദ്രത്തിന് തോന്നണം. കണക്കുകൾ സമർപ്പിക്കാനും വ്യക്തത വരുത്താനും സർക്കാർ സമയം ചോദിച്ചപ്പോൾ നൽകില്ലെന്ന് പറഞ്ഞെങ്കിലും കോടതി വ്യാഴാഴ്ച വരെ സമയം നൽകി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.